ഈ സാമ്പത്തിക വർഷത്തെ വികസനത്തിന്റെ 1ാം ഗഡു, മെയിന്റനൻസ് ഗ്രാന്റിന്റെ 2ാം ഗഡു, ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിഷേധിക്കുന്ന നിലയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പലവിധത്തിൽ മുൻഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാര്, വയോജനങ്ങള്, പാലിയേറ്റീവ് രോഗികള്, കിടപ്പ് രോഗികള്, അതിദരിദ്രർ, അഗതികൾ, ഇവർക്കെല്ലാമുള്ള സേവനങ്ങൾ നൽകുന്നതാണ്. അവയെല്ലാം മുടങ്ങുകയാണ്. ഇതാണ് ഗവൺമെന്റിന്റെ നിഷേധാത്മക സമീപനത്തിന്റെ പ്രത്യേകത. പാലിയേറ്റീവ് കെയറും ഡയാലിസിസ് സഹായവും കോക്ലിയർ ഇംപ്ലിമെന്റേഷനും കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനവും വയോമിത്രവും ബഡ്സ് സ്കൂളുകൾ ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാർ 2024-25 നമ്മുടെ സംസ്ഥാനത്ത് പ്ലാൻ സൈസ് 30,370 കോടി രൂപയായിരുന്നു അനുവദിച്ചത്. 2025-26 അത് 32,500 കോടിയായി. 2026-27 35,750 കോടി. ഇങ്ങനെ പ്ലാൻ സൈസ് വർദ്ധിപ്പിക്കുന്ന മാതൃകയാണ് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ LDF സർക്കാരിന്റെ ഇടപെടലുകൾ വഴി 16ാം ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം, GST, കേന്ദ്ര നികുതി വിഹിതം, ഇവയുടെ 6,600 കോടിയോളം രൂപയുടെ വർധനവ് സംസ്ഥാനത്തിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കടമെടുക്കൽ വഴി 17,800 കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 4 മാസത്തിൽ തന്നെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഫണ്ടെല്ലാം കയ്യിലുണ്ടായിട്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട തുക നൽകാത്തത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തെയാണ്, അതിന്റെ തുടർച്ചയായി വന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെയാണ് ദുർബലപ്പെടുന്ന നില ഈ UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. LDF സർക്കാർ ബജറ്റ് വിഹിതത്തെക്കാൾ അധികമായി 53,691 കോടി രൂപ ചെലവാക്കി നമ്മുടെ സംസ്ഥാനത്ത് വികസനം ഉറപ്പാക്കിയിരുന്നു. അതാണ് ഇപ്പോ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പല മുനിസിപ്പാലിറ്റികളും വലിയ തോതിലുള്ള പ്രയാസത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് ഒരു നിലവിളിയായോ കരച്ചിലായോ എടുക്കേണ്ടതില്ല. ഇവിടെ ആവശ്യങ്ങൾ, അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശക്തമായ ഒരു മുന്നേറ്റമാണ്. ഇതിന്റെ ഭാഗമായി കണ്ണു തുറക്കാനും ചെവി കേൾക്കാനും സന്നദ്ധതയില്ലാത്ത നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണെങ്കിൽ ആ കണ്ണു തുറപ്പിക്കാനും ചെവി കേൾപ്പിക്കുന്നതിനും ആവശ്യമായ തരത്തിലുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്തേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.